ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പുളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ വീഡിയോയിലേക്ക്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുളി എടുത്ത് ഞാൻ ചെറു ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയിട്ടാണ് ചൂടുവെള്ളത്തിലിട്ടത്. എന്നിട്ട് അതെടുത്ത് വാരി വെച്ചിട്ടുണ്ട്. നമ്മൾ പച്ചപ്പുളി അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ പുളി കവർപ്പും പുളിയും കറിയൊക്കെ അങ്ങ് പോവും. ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അച്ചാർ പരുവത്തിൽ. അങ്ങനെ പുളിയെല്ലാം ഞാൻ അരിഞ്ഞെടുക്കട്ടെ. അങ്ങനെ പുളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി അച്ചാറിടാം. അച്ചാറുണ്ടാക്കാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ചെടുക്കാം. കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ ഇരുമ്പുളി അച്ചാർ ഇടാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഇരുമ്പുളി അച്ചാർ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് ഇരുമ്പുളി അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കത് അച്ചാർ ഉണ്ടാക്കാം. അച്ചാറിന് വേണ്ട മസാലയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് ആദ്യമേ അടുപ്പിൽ വെക്കാം. അത് പാത്രത്തിലെ വെള്ളമൊന്ന് വറ്റി വരുമ്പോഴത്തേനും അതിലേക്ക് ചൂടായ ശേഷം ഞാനിവിടെ നല്ലെണ്ണ ചേർത്താണ് അച്ചാർ വെക്കുന്നത്. അങ്ങനെ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. ചട്ടി ചൂടായി വരുമ്പോഴത്തേന് നല്ലെണ്ണ വെച്ച് അച്ചാറിടുകയാണെങ്കിൽ കുറേ നാളത്തേനത് അച്ചാറിരിക്കും. അതുകൊണ്ട് ഞാൻ നല്ലെണ്ണ മേടിച്ച് അച്ചാറിടാറുള്ളത്. അപ്പോൾ അങ്ങനെ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കരിവേപ്പിലയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് ചേർക്കുന്നത്. അങ്ങനെ ചതച്ച് ചേർത്തത് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമുക്കത് മൂപ്പിച്ചെടുക്കാം. ചാനലിൽ ലൈവൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും വന്ന് സപ്പോർട്ട് തരണം. ലൈവ്, ഷോർട്സ്, വീഡിയോസ് എല്ലാവരും കാണണം. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നല്ലപോലെ കരിവേപ്പിലയും കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ആ മൂത്ത് വന്നതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, കായപ്പൊടി ഇതെല്ലാം ഇളക്കി ആ മസാല ഒന്ന് ചൂടാക്കണം. ചൂടാക്കിയ ശേഷം ഇതിലേക്ക് വേണം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാൻ. അരപ്പ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കായപ്പൊടി, ഉലുവാപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് വേണം പുളി ഇട്ട് കൊടുക്കാൻ. ആ മസാലയിലേക്ക് ഞാൻ പുളി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് അതെല്ലാം ഒന്നിച്ചൊന്ന് ഇളക്കണം. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇളക്കി കൊടുക്കുന്നതിന് വേണ്ടി ആദ്യമേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് 2 വട്ടം ഞാൻ ഉപ്പിട്ട് കൊടുത്തായിരുന്നു. എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിടുക. ഞാനിവിടെ വളരെ കുറച്ച് ഇടുന്നത്. എന്നാലും ഈ വട്ടം ഇച്ചിരി നല്ല പുളിയുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ശകലം ഞാൻ ഇതിൻ്റെ അകത്ത് വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാതാണ് ഞാൻ അച്ചാർ ഇടുന്നത്. എന്നാലേ അത് കുറേ ദിവസം ഇരിക്കത്തുള്ളൂ അച്ചാറിട്ടാലും. കായപ്പൊടി, ഉലുവപ്പൊടി കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ വീണ്ടും കുറച്ച് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. കറക്റ്റ് പാകത്തിനുള്ള കായപ്പൊടിയും ഉലുവപ്പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട്. മസാലയെല്ലാം ചേർത്ത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുളി അച്ചാർ റെഡി. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരുടെ സപ്പോർട്ട് വേണം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.